എന്താണ് എന്റെ പേര്? ഹംസ. ഓഹോ, നീയാണല്ലേ ഇലക്ട്രിക് ഹംസ? അതെ സാർ. എന്താ നിന്നെ തൊട്ട് ഷോക്ക് അടിക്കൂ? കറണ്ട് ഉണ്ടെങ്കിലേ അടിക്കൂ. സാറ് പുതിയ ആളായതുകൊണ്ട് എന്നെ അറിയില്ല. ബാക്കിയുള്ള എല്ലാ ഏമാന്മാരും എന്റെ കമ്പനിയാണ്. ആ, കേട്ടിട്ടുണ്ട്. ഇത് എന്റെ എത്രാമത്തെ കേസാ? ഇത് 12ാമത്തെ. 12 എന്ന് പറഞ്ഞാൽ ഒരു 14 പ്രാവശ്യം കാണും. ഒന്നുകൂടെ ആലോചിച്ച്. അതായത് ഒരു 17 പ്രാവശ്യം കാണും. എന്റെ ഉമ്മയാണ് സത്യം, അതിൽ കൂടി ഞാൻ വന്നിട്ടില്ല. എല്ലാം പോക്കറ്റ് അടി തന്നെയല്ലേ? അതെ സാർ. തീരെ ചീപ്പായിട്ടുള്ള പരിപാടിക്കൊന്നും ഞാൻ പോകാറില്ല. നീ എന്നാ ജയിലിൽ നിന്ന് വന്നത്? ജയിലിൽ നിന്ന് വന്നത് ഇന്ന് രാവിലെ. ആഹാ, അപ്പൊ ഒരു 5-6 മണിക്കൂർ കിട്ടി കാണുമല്ലോ? ഇല്ല സാർ, 3 മണിക്കൂർ കിട്ടി. വീട്ടിൽ പോകാനും കൂടെ പറ്റില്ല. അതിനു മുമ്പ് ഇവര് ഒരു മനുഷ്യത്വം വേണ്ട സാറേ. ശരി, അതിനിടയിൽ എത്ര ഒത്തു അത് പറ. 4 പേഴ്സ്. ഛേ, അത്രേ ഉള്ളൂ സാർ. 3 മണിക്കൂറിലേ കിട്ടിയുള്ളൂ. അതിനിടെ ഇത്ര ഒപ്പിച്ചില്ലേ? പോ. ഇനിയുള്ള വഴി എനിക്കറിയാം. കോടതി വഴി നേരെ ജയിലിലേക്ക്. ആരെങ്കിലും അന്വേഷിച്ചാലേ ഞാൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. പറ്റേ? ശരി. ഹംസേ, നിന്റെ ഏട്ടനെ ഞാൻ കണ്ടു. വിശേഷമൊന്നുമില്ല. നടക്കട. നീ എന്ന കാശ് അമ്മയുടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നടക്കാനല്ലേ പറഞ്ഞത്? നടക്കല്ലേ സാറേ, പിടിച്ച് തള്ളുന്നെന്തിനാ? ഹലോ ഹലോ. നീ ഞാൻ പറഞ്ഞുണ്ട്. തുറക്കണം. ഹലോ. നീ നാളെ വരുള്ളൂന്നല്ലേ പറഞ്ഞത്? ശരിയാടാ, പക്ഷെ ഇവന്മാര് സമ്മതിക്കണ്ടേ? തട്ടയാത്ത എന്താടാ അത്? അവിടെ ആർക്കും സുഖമില്ലെന്ന് തോന്നുന്നു. രാവിലെ ഭയങ്കര ഒച്ചയായിരുന്നു. ആരാ പാർട്ടി? പാർട്ടി നമ്മുടെ ജീവപര്യന്തം. ഓ, ഫിസിക്കലി ഹി ഈസ് ഓൾ റൈറ്റ്. ഐ തിങ്ക് ഇറ്റ് സംതിങ് സൈക്കോളജിക്കൽ. ചില സമയങ്ങളിൽ വലിയ ശബ്ദമാണ്. എന്താണ് പുള്ളി പറയുന്നത്? ഒന്നും വ്യക്തമല്ല. 2 ദിവസം കൂടി കഴിയട്ടെ, കുറവുണ്ടോന്ന് നോക്കാം. ശരി. അടച്ചേക്കൂ സർ.
എന്നെ ഒന്നും ചെയ്യല്ലേ സാറ്, എന്നെ ഒന്നും ചെയ്യല്ലേ സാറ്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ശബ്ദിക്കാൻ. എന്നെ ഒന്നും ചെയ്യല്ലേ സാറ്, ഞാൻ നിരപരാധിയാണ് സാറ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറ്, ഞാൻ നിരപരാധിയാണ് സാറ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറ്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാറ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ നിരപരാധിയാണ് സാറ്, ഞാൻ നിരപരാധിയാണ് സാറ്, ഞാൻ നിരപരാധിയാണ് സാറ്. കുറച്ചുകൂടി മുന്നോട്ട് ചെന്ന എന്റെ തന്തപ്പടി എന്നെ അറസ്റ്റ് ചെയ്യും. പിന്നാലെ നടക്കുമ്പോ അറിയില്ലായിരുന്നു പോലീസ് കമ്മീഷണറുടെ മോളാണെന്ന്. ഇല്ല, വളച്ചു കഴിഞ്ഞപ്പോഴല്ലേ വിവരം അറിഞ്ഞത്. ഛി, ഞാൻ വരട്ടെ. എന്ത് പറ്റി മോനെ? അമ്മ വഴക്ക് പറഞ്ഞോ? പിന്നെ ഇവൻ പിണങ്ങി. ആര്? ഈ കൊരങ്ങൻ. എടാ കൊരങ്ങ, അത്രക്കായോ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. വെരി ഗുഡ് മോർണിംഗ്. ലേറ്റ് ആയല്ലേ? സോറി സാർ. It's all right. ഇതാ എക്സ്പോർട്ടിംഗ് നോട്ട്സിന്റെ ഫയൽ. Take your seat. നോ താങ്ക് യു സാർ. To the Managing Director, Mrs. Lloyd and Lloyd Company, USA. Sir, I hereby inform you that the goods have been sent for the shipment today. Please confirm the receipt of the same by written telex. Thanking you. Okay. ആ സതിക്ക് എന്തെങ്കിലും പേഴ്സണൽ നെസസിറ്റി ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മടിക്കരുത്. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. വെൽക്കം.